Good evening and welcome to Evening Brief. ഇന്ന് പൊതുവെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മൊമെന്റമായിരുന്നു മാർക്കറ്റിൽ ഉടനീളം ഉണ്ടായിരുന്നത്. 4 ദിവസത്തെ നഷ്ടം നികത്തിക്കൊണ്ട് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളെല്ലാം തന്നെ ശക്തമായ ഒരു തിരിച്ചുവരവ് തന്നെയാണ് ഇന്ന് നടത്തിയത്. പ്രധാനമായിട്ടും ഇന്നലെ വന്ന കോർ ഇൻഫ്ലേഷൻ ഡാറ്റാസ് എല്ലാം തന്നെ ഇന്ത്യക്ക് വളരെ എക്കണോമിക്കൽ സ്ട്രെങ്ത് നൽകുന്നതായിരുന്നു. ഒപ്പം ഇന്ന് ചൈനയിൽ നിന്ന് വന്നിട്ടുള്ള GDP ഡാറ്റയും ഏഷ്യൻ മാർക്കറ്റിൽ നിന്നുള്ള ഒരു സപ്പോർട്ടും ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാ ഇൻഡെക്സുകളും തന്നെ ഓൾമോസ്റ്റ് നല്ല ഒരു പോസിറ്റീവ് മൊമെന്റം തന്നെയാണ് കാണിച്ചത്. നിഫ്റ്റി 113 പോയിന്റിന്റെ നേട്ടം രേഖപ്പെടുത്തി 25,195 എന്ന നിലവാരത്തിലാണ് ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 317 പോയിന്റിന്റെ നേട്ടത്തോടുകൂടി 82,570 എന്ന നിലയിൽ ക്ലോസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റി 241 പോയിന്റിന്റെ നേട്ടവും രേഖപ്പെടുത്തി. പ്രധാനപ്പെട്ട സെക്ടർ ഇൻഡെക്സുകൾ ഓട്ടോ, ഫാർമ എന്നിവ 1% പോസിറ്റീവായിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. മറ്റൊരു കാര്യം, ഇന്ത്യൻ റുപ്പി US ഡോളറിനെതിരെ 18 പൈസയുടെ മുന്നേറ്റം നടത്തി. അതും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മൊമെന്റം ഇൻഡെക്സുകളിൽ ഉണ്ടാക്കി. ഹീറോ മോട്ടോകോപ്സ് ഇന്ന് 5% നേട്ടമാണ് രേഖപ്പെടുത്തിയത്. അതുതന്നെയാണ് നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിൽ അത്ര ഒരു ബൂസ്റ്റ് ഉണ്ടാവാനുള്ള കാരണം. അതോടൊപ്പം തന്നെ ഫാർമ സെക്ടറിൽ നിന്ന് സൺഫാർമ ഇന്ന് മേജർ ഗെയിനറായിട്ട് നിഫ്റ്റിയിലുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് മൊമെന്റം മാർക്കറ്റിൽ കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് ശേഷം കിട്ടുന്നത് വളരെ ഇംപ്രൂവ്മെന്റ് കാണിക്കുന്നുണ്ട്. 25,220 എന്ന ഒരു ഹാർഡിൽസിന്റെ മുകളിലേക്ക് നിഫ്റ്റി വരികയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു പോസിറ്റീവ് മൊമെന്റം കണ്ടിന്യൂ ചെയ്യുമെന്ന് വിശ്വസിക്കാം. എല്ലാവർക്കും ഒരു ശുഭസായനം നേരുന്നു. താങ്ക് യു സോ മച്ച്.